എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വിശേഷ ദിവസങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന വളരെ രുചികരമായിട്ടുള്ളൊരു പ്രസാദമാണ് കടലപ്രസാദം. കടലപ്രസാദം തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുതിർത്തിയ കടലയാണ്. ഇനി നമുക്ക് ഈ കടല ഒന്ന് വേവിച്ചെടുക്കണം. കടല വേവിച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കരുത്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക, കൂടെ തന്നെ ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. കടല ഒരു 6 വിസിൽ കൊണ്ടാണ് ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ വെന്ത് വന്നിട്ടുള്ള കടലയുടെ എയറെല്ലാം പോയി വന്നപ്പോൾ ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കടുക് ചേർത്തൊന്ന് പൊട്ടി വരുമ്പോൾ ഉഴുന്നുപരിപ്പും കൂടി ചേർത്ത് ഒന്നും കൂടെ മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം വറ്റൽ മുളകും കറിവേപ്പിലയും ചേർത്ത് ഒന്നുകൂടി മുരിയിച്ചതിന് ശേഷം കുറച്ച് ഇഞ്ചി പൊടിയായി കട്ട് ചെയ്തത് ചേർക്കാം. ഇഞ്ചിയും നല്ലോണം മുരിഞ്ഞു വന്നാൽ ഇതിലേക്ക് കായപ്പൊടി ചേർക്കാം. കായപ്പൊടി ചേർത്തതിന് ശേഷം വേവിച്ച കടല കൂടി ചേർക്കണം. ഇനി നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുറച്ച് ചാട്ട് മസാല ചേർക്കാം, അല്ലെങ്കിൽ നല്ല ജീരകപ്പൊടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കടലയിലെ വെള്ളമെല്ലാം വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് നാളികേരം കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് തോർത്തിയതിന് ശേഷം ഒരു സെർവിംഗ് ബൗളിലേക്ക് കൂടെ മാറ്റാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ കണ്ട് എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.